بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബിയന്നരായ മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ വീഡിയോകളിലായി നമ്മൾ യൂസുഫ് സൂറത്താണ് എടുത്തിട്ടുള്ളത്. യൂസുഫ് സൂറത്ത് 80ഓളം ആയത്തുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഈ വീഡിയോയിൽ എടുക്കുന്നത് വുളുവിനെ സംബന്ധിച്ചാണ്. ഫിഖ്ഹിയായ മസ്അലകൾ, കർമ്മശാസ്ത്രപരമായ മസ്അലകൾ കുറേശ്ശെയായിട്ട് അടുത്ത ഏതാനും വീഡിയോകളിൽ എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നീ വിഷയങ്ങളെ, അതിന്റെ നിയമങ്ങളെയും പ്രതിപാദിക്കുന്ന വീഡിയോകളാണ് അടുത്ത ഏതാനും വീഡിയോകളിൽ എടുക്കുന്നത്. ഖുർആനും തുടർന്ന് എടുക്കും. ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് ഒളുവിന്റെ ഇതിനെ സംബന്ധിച്ചാണ്. ഒളു എടുക്കൽ എങ്ങനെയാണ്, എന്തെല്ലാമാണ് അതിന്റെ ഫർളുകള്, സുന്നത്തുകള് എന്നൊക്കെ പറയുന്ന വീഡിയോയാണ്. അത് എല്ലാവർക്കും അറിയാം. അത് ഒളുവിനെ സംബന്ധിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഓർത്തെടുക്കാനും അത് നല്ലതാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് തുടർന്ന് ഏതാനും വീഡിയോകളിൽ എടുക്കുന്നത്. ഒളു എടുക്കൽ നിർബന്ധമായ രംഗങ്ങളുണ്ട്, സുന്നത്തായ രംഗങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒളു എടുക്കൽ നിർബന്ധമായ രംഗങ്ങളാണ്. നമസ്കാരത്തിന് വേണ്ടി ഒളു എടുക്കണം. ഒളു എടുക്കാതെ നിസ്കരിക്കാൻ പറ്റില്ല. നിസ്കരിച്ചാൽ ശരിയായില്ല. ഏത് നിസ്കാരമാണെങ്കിലും, സുന്നത്തായതായാലും ഫർളായാലും ഒളു എടുക്കണം. പിന്നെ കഅബ തവാഫ് ചെയ്യാൻ ഒളു എടുക്കണം, നിർബന്ധമാണ്. കഅബ തവാഫ് ചെയ്യാന്ന് പറഞ്ഞാൽ കഅബത്തെ പ്രദക്ഷിണം ചെയ്യുക 7 പ്രാവശ്യം, അതിന് ഒളു വേണം. പിന്നെ മുസാഫ് എടുക്കാൻ ഒളു വേണം. അതെല്ലാം ഫർളായ, പിന്നെ നിർബന്ധമായ കാര്യമാണ്. ഒളു എടുക്കൽ സുന്നത്തായത് അള്ളാഹുവിന് ദിക്റ് ചൊല്ലുമ്പോൾ, ഉറങ്ങുമ്പോൾ, പിന്നെ വലിയ അശുദ്ധിയുള്ള ആളുകൾ ഒളു എടുക്കണം. കുളിക്കുന്നതിന് മുമ്പ് ഒളു എടുക്കൽ സുന്നത്താണ്. കുളി നിർബന്ധമായ കുളിയാവട്ടെ, സുന്നത്തുള്ള കുളിയാവട്ടെ, ഒളു എടുക്കൽ സുന്നത്താണ്. പിന്നെ എല്ലാ നമസ്കാരത്തിനും വേണ്ടി ഒളു മുറിയാത്ത ആളുകളാണെങ്കിൽ പോലും ഒളുവിനെ പുതുക്കൽ സുന്നത്താണ്. ഇങ്ങനെയൊക്കെയാണ് നിർബന്ധമായ ഒളുവും പിന്നെ സുന്നത്തായ ഒളുവും ഇപ്രകാരമാണ്. ഇനി ഒളുവിന്റെ ഫർളുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ഒളുവിന്റെ ഫർള് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ ഫർളാണ് അത് എന്ന് പറഞ്ഞാൽ ആ കാര്യം കൂടാതെ ആ പ്രവൃത്തി രൂപപ്പെടില്ല. ഒരു വിഷയത്തിന്റെ ഫർള് എന്ന് പറഞ്ഞാൽ ഫർളുണ്ടെങ്കിലാണ് ആ വിഷയം രൂപപ്പെടുകയുള്ളൂ.
അതായത് ഒളു എന്നൊരു വിഷയം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് 6 ഫർളുകളും പ്രായോഗികമാക്കി ചെയ്യണം. അത് ചെയ്യുമ്പോൾ മാത്രമേ അത് ഒളു ഉണ്ടാവുകയുള്ളൂ. അതിൽ പെട്ടതാണ് മൊത്തത്തിൽ പറയാം നിയ്യത്ത് ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ ഫർളാണ്. നിയ്യത്ത് ചെയ്യൽ എങ്ങനെ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതലാണ്, നാവ് കൊണ്ട് ഉച്ചരിക്കലല്ല നിയ്യത്ത്. പക്ഷെ എല്ലാവിധ നിയ്യത്തുകളും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളും നിയ്യത്ത് കൊണ്ടാണ് അത് പരിപൂർണതയിൽ എത്തുന്നത്. അപ്പൊ നിയ്യത്തില്ലാതെ ഒരു കാര്യവും ശരിയാവില്ല. നമസ്കാരമാവട്ടെ ഒളു എടുക്കലാവട്ടെ എല്ലാം നിയ്യത്ത് ചെയ്യണം. ഒളു എടുക്കുമ്പോൾ നിയ്യത്ത് എങ്ങനെ? നമസ്കാരം ഹലാലാവാൻ വേണ്ടി ഞാൻ ഒളു എടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. അത് ഒരൈറ്റമാണ്. പിന്നെ വേറെയും പറയാം, ചെറിയ അശുദ്ധി നിന്ന് ശുദ്ധിയാവാൻ വേണ്ടി ഞാൻ ഒളു എടുക്കുന്നു എന്ന് കരുതാം. ഇങ്ങനൊക്കെ കരുതിയാൽ നിയ്യത്തായി. ഈ നിയ്യത്ത് മനസ്സിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ മുഖം കഴുകുന്ന സമയത്ത് ഈ നെയ്യത്തും മനസ്സിലുണ്ടാവണം. അങ്ങനെ മുഖം കഴുകലാണ് രണ്ടാമത്തെ ഫർള്. ഒന്നാമത്തെ ഫർള് നിയ്യത്ത് ചെയ്യൽ, രണ്ടാമത്തെ ഫർള് മുഖം കഴുകുക. അത് നിയ്യത്ത് മനസ്സിലുള്ള സമയത്താണ് മുഖം കഴുകേണ്ടത്. എന്ന് പറഞ്ഞാൽ മുഖം കഴുകുന്ന സമയത്ത് ഈ നെയ്യത്ത് മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ നിയ്യത്ത് ചെയ്ത് മുഖം കഴുകിയാൽ മുഖത്തിന്റെ അതിർത്തി ഏതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു നെറ്റിത്തടത്തിൽ നിന്ന് നീളത്തിൽ ആ താടിയെല്ലിന്റെ അറ്റം വരേക്കുമാണ് നീളത്തിലുള്ള ഒരു അതിർത്തി. പിന്നെ അകലത്തിൽ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയുള്ള സ്ഥലങ്ങളാണ്. ഇതിന്റെ ഇടയ്ക്കുള്ള മൂക്ക്, കണ്ണ് എല്ലാം നമ്മൾ കഴുകേണ്ടി വരും. ഇതാണ് മുഖത്തിന്റെ അതിർത്തി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും ഇത് പറയുമ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ തുടക്കം മുതൽ അവസാനം വരെ വിശദീകരിച്ച് പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് തന്നെ. അതില് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോ നിയ്യത്ത് ചെയ്ത് മുഖം കഴുകുക 2 ഫർളായി. ഇനി ഈ പിന്നെ മുഖത്തിന്റെ അതിർത്തി പറഞ്ഞത് അല്പം ഒന്ന് കയറ്റി കഴുകിയാൽ അത് ഫർള് മുഴുവനും എടുത്തു എന്ന് ഉറപ്പാവും. അപ്പോൾ മുഖം ഒന്ന് കയറ്റി കഴുകൽ നല്ലതാണ്. പിന്നെ മൂന്നാമത്തെ ഫർള് 2 കൈകൾ മുട്ടോട് കൂടി കഴുകുക. കൈയിന്റെ മുട്ട് ഉൾപ്പെടെ കയറ്റി കഴുകുമ്പോൾ കൈമുട്ടുകൾ കഴുകി എന്ന് ഉറപ്പ് വരും. അപ്പോ അത് മൂന്നാമത്തെ ഫർളാണ്. നാലാമത്തെ ഫർള് തല മുഴുവനായി തടവുകയോ കുറച്ച് തടവുകയോ ചെയ്യുക. അത് മുഴുവനായി തടവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കുറച്ച് തടവിയാലും തല തടവി എന്നുള്ള കാര്യം സാധിക്കും. അത് വലിയ മുടിയുള്ള ആളുകളാണെങ്കിൽ തലയുടെ അതിർത്തി വിടാതെ കണ്ട് തലയുടെ അതിർത്തിയിൽ വെച്ച് തടവണം. വലിയ മുടിയുള്ള ആള് കഴുത്ത് വരെ നീണ്ടു കിടക്കുന്ന മുടിയാണ്, സ്ത്രീകളുടെ മുടി അങ്ങനെ സാധാരണയിൽ അങ്ങനെ നീളമുള്ള മുടിയാണ്. അപ്പോ കഴുത്തിന്റെ അവിടെ വെച്ച് തടവിയാൽ പറ്റില്ല. മുടി തലയുടെ അതിർത്തി വിടാത്ത സ്ഥലത്ത് വെച്ച് തടവണം. അതാണ് തല തടവുന്നതിന്റെ ഒരു ഇത്. പിന്നെ മുഴുവനും തടവലാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇനി 5ാമത്തെ കാര്യം, ഇത് ഫർള് മാത്രം നമ്മൾ പറയുന്നത്. ഇതിന്റെ ഇടക്ക് സുന്നത്തുകൾ ഉണ്ട്. ആ സുന്നത്തോട് കൂടിയുള്ള ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇതിനു ശേഷമായിട്ട് പറയും. ഇപ്പൊ 6 ഫർള് മാത്രമേ പറയുള്ളൂ. 2 കാലും കഴുകുക. 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. അത് ഏതെങ്കിലും സ്ഥലത്ത് നനയാതെ വരികയോ വെള്ളം ചേരാതിരിക്കുന്ന സാധനങ്ങൾ അവയവത്തിൽ ഉണ്ടാവുകയോ ചെയ്താൽ ഒന്നും ശരിയാവില്ല. അപ്പോ പെയിന്റ് പോലെയുള്ള സാധനങ്ങള്, ഈ പിന്നെ പ്ലംബർമാര് ഉപയോഗിക്കുന്ന ഗമ്മുണ്ടല്ലോ, ആ ഗമ്മ് കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാല് അത് പെട്ടെന്ന് പോവില്ല. അപ്പൊ അത് അത് പിന്നെ ഉരച്ച് കളഞ്ഞ് ഒന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാം പ്രത്യേകം സൂക്ഷിക്കണം. പെയിന്റ് പോലെയുള്ള സാധനങ്ങൾ കയ്യിലായി കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ മഷി, നമ്മൾ പേനയിൽ ഉപയോഗിക്കുന്ന മഷി അല്പം കയ്യിലായി അതിന്റെ കളറ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് വിരോധമില്ല. ഉരച്ച് കുറച്ച് കളയണം. കളഞ്ഞ് അവസാനം അതിന്റെ ഒരു അസറ് അവശേഷിക്കുകയാണെങ്കിൽ പോലും അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പെയിന്റ് അങ്ങനെയല്ല. പെയിന്റ് ഇങ്ങനെ ഇതിന്റെ ആ അസർ അടയാളം മാത്രമല്ല, അസർ എന്ന് പറഞ്ഞാൽ അടയാളം അവശേഷിക്കുക.
അടയാളമല്ല അവശേഷിക്കുന്നത്, അതിന്റെ അയിന് അവശേഷിക്കുന്നുണ്ട്. പെയിന്റിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ പെയിന്റ് ഉണ്ടായി കഴിഞ്ഞെങ്കിലും കാലിലോ എവിടെയെങ്കിലും ഒതുവിന്റെ അവയവത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കഴുകി ശുദ്ധിയാക്കിയിട്ട് വേണം ഒതെടുക്കാൻ, അല്ലെങ്കിൽ വെള്ളം ചേരുവില്ല. പിന്നെ ആറാമത്തെ ഫറല് തെർത്തീബ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വഴിക്ക് വഴിയായി ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് 6 ഫറല്. അപ്പൊ ഒന്നും കൂടി പറയാം. നിയ്യത്ത് ചെയ്യൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. ആ നിയ്യത്ത് മനസ്സിൽ നിന്ന് പോകുന്നതിന്റെ മുമ്പ് മുഖം കഴുകുക, അല്ലെങ്കിൽ മുഖം കഴുകുന്നതോടുകൂടി നിയ്യത്ത് മനസ്സിലുണ്ടാവണം. മുഖം അല്പെങ്കിലും കഴുകുന്ന സമയത്ത് നിയ്യത്ത് മനസ്സിലുണ്ടാവണം. പിന്നെ രണ്ട് കൈ മുട്ടോടുകൂടെ 2 കൈ കഴുകുക, തല തടവുക, 2 കാല് കഴുകുക. 5 അവയവങ്ങളും ഈ നിലക്ക് തടവുകയും കഴുകുകയും ചെയ്തതിന് ശേഷം പിന്നെ 6ാമത്തെ ഫറള് എന്ന് പറയുന്നത് വഴിക്ക് വഴിയായിട്ട് ചെയ്യുക. ഈ പറഞ്ഞ നിലയിൽ തന്നെ ചെയ്യണം കാര്യങ്ങള്. അത് ആദ്യം മുഖം കഴുകുന്ന നിയ്യത്ത് ചെയ്ത് മുഖം കഴുകിയിട്ട് പിന്നെ കാല് കഴുകുക, അത് പറ്റില്ല. അവിടെ കൈ കഴുകിയതിന്റെ ശേഷം കാല് കഴുകാനും തലയിടാനും പറ്റുള്ളൂ. അങ്ങനെ വഴിക്ക് വഴിയായിട്ട് ചെയ്യുക. ഓരോ അവയവങ്ങളും കഴുകുന്ന സമയത്ത് ഒരു ദുആ ഉണ്ട്. എന്ത്? അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി വസ്അലി ഫി ദാരി വബാരിക് ലി ഫി റിസ്ഖി. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി വസ്അലി ദാരി ഫി ദാരി വബാരിക് ലി ഫി റിസ്ഖി. അതിന്റെ അർത്ഥം അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി, എന്റെ ദോഷങ്ങൾ പുറത്തുപോയോ അള്ളാഹുവെ എന്റെ ദോഷങ്ങൾ പുറത്തു തരയണമേ. വസ്അലി ഫി ദാരി, എന്റെ വീട് വിശാലമാക്കി തരയണമേ. വീട് 2-3 റൂം കൂടുതൽ ഉണ്ടായിട്ട് വിശാലമാവുക എന്നല്ല അതിന്റെ അർത്ഥം. റബ്ബി ഇശ്റഹ് ലി സദ്രി എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഹൃദയം വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ വ്യാപ്തി കൂടുക എന്നല്ല. ഹൃദയ വിശാലത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയം കുടിസമായ ഹൃദയം ഉള്ള ആളാണ് എന്ന് പറയും ചിലരെ സംബന്ധിച്ച്, വിശാലതയുള്ള ഹൃദയമുള്ള ആളാണെന്ന് പറയും. അപ്പൊ അതിന്റെ മീനിങ് നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടുന്നതാണ്, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ വിശാലമായ ഹൃദയം എന്ന് പറഞ്ഞാലുള്ള അതുപോലെ നമ്മളുടെ വീടിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഉള്ള വിശാലത, മാനസികമായും മറ്റു നിലക്കുള്ള വിശാലതയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വീടിന്റെ റൂമുകളുടെ വീതി കൂടുക എന്നല്ല. വബാരിക് ഫീ റിസ്ഖി, എന്റെ ഭക്ഷണത്തിൽ ബർക്കത്ത് തായോ എന്നാണ് 3ാമത്തെ കാര്യം. ദോഷം പുറത്തു തരയണമേ, വീട് വിശാലമാക്കി തരയണമേ. പിന്നെ എന്റെ ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്യണമേ. ഭക്ഷണത്തിൽ ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടെങ്കിൽ അവിടെ ആ ബർക്കത്തുള്ള ഭക്ഷണമായി തീരാന്ന് പറഞ്ഞാൽ ബർക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ബർക്കത്ത് തമ്പേ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പൊ അത് പ്രത്യേകം സൂക്ഷിക്കുക. അപ്പൊ ഇത് അവയവങ്ങൾ കഴുകുമ്പോഴുള്ള ദുആയാണ്. ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. അപ്പൊ 6 പറഞ്ഞു. ഇനി സുന്നത്തുകൾ ഉൾപ്പെടെയുള്ള ഒതു എങ്ങനെയാണ് സുന്നത്തുകൾ ഉൾപ്പെടെയുള്ള ഒതു ചെയ്യുക എന്നുള്ളത് വിശദീകരിച്ച് പറയാം. ആദ്യമായിട്ട് ഒതു എടുക്കാൻ തുടങ്ങുമ്പോൾ ഇതല്ലാത്ത ഈ 6 കാര്യങ്ങളല്ലാത്ത ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങളൊക്കെ സുന്നത്തുകളാണ്. അത് എല്ലാം കൂട്ടിപ്പറഞ്ഞു ഒരു പൂർണ്ണമായ ഒതു ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യമായിട്ട് മിസ്വാക്ക് ചെയ്യുക. മിസ്വാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പല്ല് തേക്കല. ലൗലാ ശുക്കാല ഉമ്മത്തി ലമർത്തും ബിസ്വാക്ക് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉമ്മത്ത്, എന്റെ സമുദായത്തിന് വിഷമില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, വിഷമമില്ലാതിരിക്കുകയാണെങ്കിൽ എല്ലാ നമസ്കാരത്തിന്റെ സമയത്തും മിസ്വാക്ക് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ് റസൂലിന്റെ ഹദീസ്. ലൗലാ ശുക്കാല ഉമ്മത്തി ലമർത്തും ബിസ്വാക്ക് എന്റെ കുല്ലി സ്വല എന്നാണ് ഹദീസുള്ളതിനെ സംബന്ധിച്ച്. അപ്പൊ മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുക എന്ന അതിന്റെ അർത്ഥം. മിസ്വാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, മിസ്വാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറബി വാക്കാണ്. പല്ല് നന്നായിട്ട് വൃത്തിയായിട്ട് തേച്ച് അതിന്റെ അഴുക്കുകളൊക്കെ കളയുക, അതാണ് മിസ്വാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ.
ഇത് എത്ര പ്രാവശ്യമാണ് നമ്മൾ മിസ്വാക്ക് ചെയ്യുന്നത്? എല്ലാ നിസ്കാരത്തിനും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. അപ്പൊ നമ്മള് രാവിലെ എഴുന്നേറ്റാൽ മാത്രമല്ലേ മിസ്വാക്ക് ചെയ്യാറുള്ളൂ, പല്ല് തേക്കലുള്ളൂ. എപ്പോ എല്ലാ നമസ്കാരത്തിനും പല്ല് തേക്കൽ സുന്നത്താ, ഒന്നെടുക്കുന്നതിന് മുമ്പായിട്ട്. പിന്നെ മിസ്വാക്ക് ചെയ്തതിന് ശേഷമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒതു എടുക്കുന്ന ഒരാൾ ചെയ്യേണ്ട സുന്നത്തുകളൊക്കെ പറയണ. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് 2 മുൻകൈ മാത്രം കഴുകുക. ഇതൊക്കെ സുന്നത്താ. മുൻകൈ മാത്രം കഴുകുക. പിന്നെ വായയിൽ വെള്ളം കൊടുത്ത് ഒരു കയ്യിൽ വെള്ളം എടുത്ത് വായയിലും മൂക്കിലുമായിട്ട് കൊടുക്കുക. വായയിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിക്കളയുക. ഇത് 2 കാര്യങ്ങളും ചെയ്യല് വളരെയധികം നല്ല സുന്നത്താണ്. ഇതെല്ലാം 3 പ്രാവശ്യം ചെയ്യണം കേട്ടോ, അത് സുന്നത്താണ്. 3 പ്രാവശ്യം ചെയ്യുക. മുൻകൈ കഴുകലും വായിൽ വെള്ളം കയറ്റി മൂക്കിലും വെള്ളം കയറ്റി തുപ്പിക്കളയലും ചീറ്റിക്കളയലും എല്ലാം സുന്നത്താണ്. 3 പ്രാവശ്യം ചെയ്യുക. പിന്നെ താടിയുള്ളവരാണെങ്കിൽ താടിയെ ചിക്കി അകറ്റി അതിൽ വെള്ളം ചേർത്ത് കഴുകുക. പിന്നെ കൈവിരലുകൾ, വിരലുകൾ അത് ഒന്ന് വിടർത്തി പിടിച്ച് കഴുകുക, നല്ലതാണ്. കാലിന്റെ വിരലുകൾ കൂടിയിരിക്കും, കയ്യിന്റെ വിരലുകൾ അത്ര കൂടിയിരിക്കില്ല. അപ്പൊ കൂടിയിരിക്കുന്ന വിരലുകളൊക്കെ ഒന്ന് അകത്തി പിടിച്ച് കഴുകല് സുന്നത്താണ്. 3 പ്രാവശ്യം കഴുകല് കാല് കഴുകുമ്പോൾ. പിന്നെ തല 2 ചെവി തടവുക. ചെവി തടവല് സുന്നത്താണ്. ചെവി തടവല് തല തടവുന്ന പോലെ ഫർളായ കാര്യമല്ല, അത് സുന്നത്താണ്. 2 ചെവിയും തടവല്. അതെല്ലാം 3 പ്രാവശ്യം ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് വലത്തതും ഇടത്തതും ഉണ്ടാവുമല്ലോ കൈകാലുകള്. വലത്തെ കൈ, ഇടത്തെ കൈ, വലത്തെ കാല്, ഇടത്തെ കാല്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് വലത്തേതിനാ. വലത്തെ കൈ ആദ്യം കഴുകുക, വലത്തെ കാല് കഴുകുക. പിന്നെ ആദ്യം വലത്തെ കൈ കഴുകിയിട്ട് പിന്നെ ഇടത്തെ കൈ കഴുകുക. പിന്നെ കാല് കഴുകുമ്പോൾ വലത്തെ കാല് ആദ്യം കഴുകുക, പിന്നെ ഇടത്തെ കാല് കഴുകുക. എല്ലാം 3 പ്രാവശ്യം കഴുകണം. പിന്നെ ഒന്ന് തേച്ച് കഴുകുക. കൈയും മുഖവും കാലും ഒക്കെ കഴുകുമ്പോ ഒന്ന് തേക്കുക. വെറുതെ അവയവങ്ങളെ ഈ അവയവങ്ങളിൽ ഒന്ന് നടത്തുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളത്തോടു കൂടെ. പിന്നെ മുഖവും കൈകാലുകളും അല്പം നമ്മൾ പറഞ്ഞ അതിർത്തി ഉണ്ടല്ലോ, ആ അതിർത്തിയേക്കാൾ കുറച്ചും കൂടിയും കയറ്റി കഴുകുക. അത് എല്ലാം സുന്നത്താണ്. പിന്നെ ഇതെല്ലാം ഒരു കാര്യം ചെയ്തിട്ട് മറ്റൊരു കാര്യം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അധിക സമയം ഉണ്ടാവരുത്. ഇത് ചെയ്യാനുള്ള സമയം മാത്രമേ ഉണ്ടാവൂ. അതിനെ തുടർച്ചയായിട്ട് ചെയ്യുക എന്ന് പറയും. ഇപ്പൊ മുഖം കഴുകി നിയ്യത്ത് ചെയ്ത് മുഖം കഴുകി ഉടനെ കഴുകി കഴിഞ്ഞാൽ 3 പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ പിന്നെ കൈ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഉടനെ തല തടവുക. ഇതാണ് തുടർച്ചയായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. അങ്ങനെ ചെയ്യണം, അത് സുന്നത്താണ്. ഇപ്പൊ ഒരു ലേശം താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല, സുന്നത്തിനെതിര് ചെയ്തു എന്നുള്ളൂ. പക്ഷെ സുന്നത്തായ നിലയിൽ നമ്മൾ അതിനെ പ്രായോഗികമാക്കണം. അതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ വെള്ളം ഉപയോഗിക്കുമ്പോൾ മിതമായി ഉപയോഗിക്കണം. അത് വെള്ളം ഇഷ്ടം പോലെ നമുക്കുണ്ട്. ഇപ്പൊ കുളത്തിൽ നിന്ന് ഒതെടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മള് കടല് കാണാൻ പോയ സമയത്ത് നിസ്കരിക്കാൻ തോന്നി ആ നിസ്കരിക്കേണ്ട സമയത്ത് ഒതെടുക്കുകയാണെങ്കിൽ എവിടുന്ന് നമ്മൾ കടലിൽ നിന്ന് ഒതെടുക്കുക. അവിടെയും 3 പ്രാവശ്യം കഴുകാൻ പാടുള്ളൂ, 4ാമത്തെ പ്രാവശ്യം കഴുകരുത്. കടലിൽ ഇഷ്ടം പോലെ വെള്ളമില്ല എന്ന് വിചാരിച്ചിട്ട് 4 പ്രാവശ്യം 5 പ്രാവശ്യം കഴുകാൻ അത് പാടില്ല. അത് വെള്ളം അമിതമായി ഉപയോഗിക്കലാണ് അതിന്റെ കണക്ക്. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉള്ളത്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ സമയത്തെല്ലാം നമ്മൾ അവയവങ്ങളെ കഴുകുമ്പോൾ ചെല്ലേണ്ട ദുആ നേരത്തെ ഞാൻ പറഞ്ഞു. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വവസ്സി ലി ഫീ ദാരി വബാരിക് ലി ഫീ റിസ്ഖി. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വവസ്സി ലി ഫീ ദാരി വബാരിക് ലി ഫീ റിസ്ഖി എന്നുള്ള ദുആ അത് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ ഒതെടുക്കുമ്പോൾ എല്ലാ അവയവങ്ങളും കഴുകി കഴിയുന്നവര്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദുആയുണ്ട്. ഒതെടുത്ത് കഴിഞ്ഞാൽ ഒരു ദുആയുണ്ട്. ആ ദുആ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു
اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഈ ദുആ ചെയ്യല് സുന്നത്താണ്. കയ്യും കണ്ണും മേലോട്ട് ഉയർത്തിയിട്ട് ഒരുത്തിൽ നിന്നുകൊണ്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ദുആ ചെയ്യേണ്ടത്. ഇതിന് കഴിയാത്ത ഒരാളാണെങ്കിൽ ഒന്നെടുത്ത് അവിടെ മുതൽ അത് നടന്നു പോവുകയാണെങ്കിൽ തന്നെ ആ സമയത്ത് ദുആ ചെയ്യുക. അത് അപ്പോ ദുആ ഇങ്ങനെ ചെയ്യണം. അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ദുആ മാത്രമായിട്ടെങ്കിലും ചെയ്യണം. കണ്ണും കയ്യും മുഖത്ത് മേലോട്ട് ഉയർത്തിയിട്ട് ഒരുത്ത് നിന്നിട്ട് ദുആ ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ പിന്നെ ഈ ദുആ മാത്രമായിട്ട് അങ്ങനെ ചൊല്ലുക. അത് വളരെ പ്രതിഫലമുള്ള കാര്യമാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ 2 റക്അത്ത് പൊതുവിന്റെ സുന്നത്ത് എന്നാണ് അതിന് പറയാ. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആ സുന്നത്ത് നിസ്കരിക്കുന്നതിൽ വളരെയധികം പ്രതിഫലങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ സുന്നത്ത് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ചും അതിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഈ വീഡിയോ എല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.